വാർത്ത. DIG MK വിനോദ് കുമാറിനെതിരായ കൂടുതൽ തെളിവുകൾ കിട്ടുന്നു എന്നുള്ളതാണ്. TP കേസ് പ്രതികൾക്കായി ഇടപെട്ടതിന്റെ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. കൈക്കൂലി പണമായി ലക്ഷങ്ങൾ അക്കൗണ്ടിൽ എത്തി എന്നാണ് കിട്ടിയ വിവരം. വിനോദ് കുമാറിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിലാണ് പണം എത്തിയത്. TP കേസ് പ്രതി അണ്ണൻ സിജിത്തിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ തെളിവുകൾ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് വരുന്ന വിവരങ്ങൾ. MG പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ TP കേസ് പ്രതിയിൽ നിന്ന് പണം കൈപ്പറ്റി DIG MK വിനോദ് എന്നതിന്റെ പൂർണ്ണമായി അത് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു കഴിഞ്ഞു. GK അത്തരത്തിലുള്ള ഒരു തെളിവുകളും കൂടുതൽ നിർണായകമായ കണ്ടെത്തലുകളുമാണ് വിജിലൻസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ പ്രധാനമായും നേരത്തെ TP കേസ് പ്രതികളുടെ പരോളും അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും വലിയ വിവാദമായതാണ്. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥനായ ജയിൽ DIGയുടെ പങ്ക് കൂടി വെളിവാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. TP കേസ് പ്രതികൾ കൊടിസുനിയിൽ നിന്നും ഒപ്പം അണ്ണൻ സിജിത്തിന്റെ കയ്യിൽ നിന്നും അവരുടെ ബന്ധുക്കളിൽ നിന്നും DIG പണം വാങ്ങിയതിന്റെ തെളിവുകൾ ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അണ്ണൻ സുജിത്തിനെ ഈ DIG വിളിച്ച ഫോൺ രേഖകൾ അടക്കം വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഒപ്പം ഈ വിനോദ് കുമാറിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് അനധികൃതമായി ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയെന്നും വിജിലൻസിന്റെ അന്വേഷണത്തിൽ ബോധ്യമായിട്ടുണ്ട്. ഒരു മാസത്തിനിടയിൽ 30 മുതൽ 40 ലക്ഷം രൂപ വരെ രണ്ടുപേരുടെയും അക്കൗണ്ടിൽ എത്തിയെന്നതാണ് വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിർണായകമായ തെളിവുകൾ ഈ ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ട് ഇന്ന് വിജിലൻസ് ആഭ്യന്തര വകുപ്പിന് കൈമാറും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നേരത്തെ 10-ലധികം പ്രതികൾക്കാണ് ഇദ്ദേഹം അനധികൃതമായി പരോൾ അനുവദിക്കുകയും മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം ഇവരിൽ നിന്ന് ഗൂഗിൾ പേ വഴിയും നേരിട്ട് പണം കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ പേ വഴി 1,80,000 രൂപ കൈപ്പറ്റിയതിന്റെ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസിന് ലഭിച്ചിരുന്നു. അതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കൂടുതൽ പേരിൽ നിന്ന് ഏജന്റ് മുഖേന ഉൾപ്പെടെ ഈ ഉദ്യോഗസ്ഥൻ പണം വാങ്ങിയതായി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം പോകും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ വിരമിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ DIGയുടെ ഏജന്റായി ജയിലുകളിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഒപ്പം ലഹരി ഉൾപ്പെടെ പ്രതികൾക്ക് എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ളൊരു സംശയം കൂടി വിജിലൻസ് ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായ പരിശോധനയും അന്വേഷണവും നടക്കും. ശരി, DIG വിനോദ് കുമാർ TP കേസ് പ്രതിയായ അണ്ണൻ സുജിത്തിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിരുന്നു എന്നതിന്റെ തെളിവുകൾ വിജിലൻസിന് ശേഖരിക്കാൻ കഴിഞ്ഞു എന്നതാണ് വാർത്ത. MG പ്രതീഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.